ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലൂയി മർത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഉന്നതമായ ആദർശവാദി മാത്രമായിരുന്നില്ല, വലിയ ഒരു കാൽപ്പനിക കവിഭാവനയുള്ള മനുഷ്യനുമായിരുന്നു. അയാൾ തൻ്റെ മക്കൾക്ക് വളരെ ഹൃദ്യമായ പേരുകളിട്ടു. മരിയ ഒരു വൈരക്കല്ലാണ്, ഡയമണ്ട്. പൗളിനയോ ഉത്കൃഷ്ട പവിഴമാണ്, നോബിൾ പേൾ. സെലിൻ ചങ്കുറപ്പുള്ളവൾ, ദ ബോൾഡ് വൺ. തെരേസയോ എല്ലാ നിധികളും സ്വന്തമാക്കിയ കുട്ടിരാജ്ഞി, ദ ലിറ്റിൽ ക്വീൻ. ആ കുഞ്ഞു രാജ്ഞിയാണ് ലിസ്യുവിലെ തെരേസ, ഉണ്ണീശോയുടെ കൊച്ചു ത്രേസ്യ. 1873 ജനിച്ചു, 1897 മരിച്ചു. യേശുവിൻ്റെ ചെറുപുഷ്പം, ദ ലിറ്റിൽ ഫ്ലവർ ഓഫ് ജീസസ് എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ചെറുപുഷ്പം, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തി. മരിയ ഫ്രാൻസ്വ തെരേസ് മർത്ത എന്നായിരുന്നു മാമോദിസ പേര്. കർമ്മലീത്ത നിഷ്പാദക സന്യാസമൂഹത്തിലെ കന്യാസ്ത്രീ അമ്മ. കന്യാസ്ത്രീ അമ്മ എന്ന വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കാണത്. ഇപ്പം എല്ലാവരും സിസ്റ്റേഴ്സ് എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ ധ്വനി സാന്ദ്രത കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നണേ. കന്യക, സ്ത്രീ, അമ്മ, ഇത് മൂന്നും ഒരാളിൽ ചേരുമ്പോൾ അതാണ് ഈ പറയുന്ന കന്യാസ്ത്രീ അമ്മ. കന്യകയാണ്, സ്ത്രീയാണ്, അമ്മയാണ്. പ്രസവിക്കാതെ അമ്മയാകുന്ന മാതൃത്വമുള്ള, അങ്ങനെ കന്യകാത്വവും സ്ത്രീത്വവും സ്ത്രൈണതയും മാതൃത്വവും ഒരേ ആളിൽ തന്നെ ഉണ്ടാവുക. അത്ര മനോഹരമായ പേരാണത്. ഫ്രാൻസ് എന്നുള്ള ഈ വിശുദ്ധയെ വിശുദ്ധ 10 പിയൂസ് വിശേഷിപ്പിച്ചത് ആധുനിക കാലയളവിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നാണ്. ആത്മാവിൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് എ സോൾ, അതാണ് അവളുടെ ആത്മകഥയുടെ പേര്. തെരേസ മരിച്ച 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രസാധനം ചെയ്ത ഈ പുസ്തകം പതുക്കെയാണ് വിറ്റുപോയതെങ്കിലും പിന്നീട് ബെസ്റ്റ് സെല്ലറായി മാറി. അത് വായിച്ച 12 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു, എൻ്റെ പാപ്പാസ്ഥാനത്തിൻ്റെ താരമാണ് കൊച്ചു ത്രേസ്യ, സ്റ്റാർ ഓഫ് മൈ പൊന്റിഫിക്കേറ്റ്. നൊർമാണ്ടിയിലെ ലിസ്യു എന്ന സ്ഥലത്തുള്ള മഠത്തിൽ ചേർന്നു. 15-ാം വയസ്സിൽ കന്യാസ്ത്രീ അമ്മയായി. അവളുടെ 2 ചേച്ചിമാരും അതേ സന്യാസമൂഹത്തിലുണ്ടായിരുന്നു. തെരേസ TB രോഗം ബാധിച്ച് 24-ാം വയസ്സിൽ മരിച്ചു. 1923 തന്നെ അവൾ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1925 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. 1927 പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. 1997 സഭയിൽ 33-ാമത്തെ വേദപാരംഗത അഥവാ തിരുസഭ പണ്ഡിത, ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത്രയും കേട്ടാൽ മതിയാകും കൊച്ചു ത്രേസ്യ എന്ന ആ യുവതിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാൻ. നമ്മുടെ ആത്മാവിൻ്റെ കഥ എന്ത് എന്ന് ചിന്തിക്കാൻ നാം സമയം കണ്ടെത്തിയെങ്കിൽ എന്ന് നമുക്കിപ്പോൾ തോന്നിപ്പോകുന്നു. ഞാനൊരു സംഭവം ഓർത്തു പോകുകയാണ്. പോട്ടയിലെ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ നടക്കുകയാണ്. വിശുദ്ധയുടെ വളയെഴുന്നള്ളിപ്പ് അർദ്ധരാത്രി ഹൈവേയിലൂടെ നീങ്ങുന്നു. ഹൈവേയുടെ ചാരയാണ് പോട്ടയിലെ കർമ്മലീത്ത മഠം. ജനലിൽ കൂടി ഒരു കന്യാസ്ത്രീ നോക്കിയപ്പോൾ കണ്ടത് കൊച്ചു ത്രേസ്യയുടെ ചിത്രമുള്ള ചെറിയ രൂപക്കോടുമേന്തി ആളുകൾ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെറിയ രൂപക്കോട്, അതിങ്ങനെ ആൾക്കാരിങ്ങനെ തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് പെരുന്നാളിൻ്റെ അതിങ്ങനെ പോകുകയാണ്. അപ്പോൾ ഒരല്പം കുടിയും താളവും മേളമൊക്കെ ഉണ്ടാവുമല്ലോ, പെരുന്നാളല്ലേ. അപ്പോൾ ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ ജനലിൽ കൂടി നോക്കിയ ആ പ്രായം ചെന്ന കന്യാസ്ത്രീ കൊച്ചു ത്രേസ്യയോട് പറഞ്ഞു, അന്ന് മഠത്തിൽ നിന്ന് പുറത്തു പോകാത്ത നീയാണ് ഇപ്പോൾ ആൺപിള്ളേരുടെ കൂടെ അർദ്ധരാത്രി റോഡിലൂടെ തുള്ളിച്ചാടി നടക്കുന്നത്. നടന്നു കേമായി. അന്ന് മഠത്തിൽ നിന്ന് പുറത്തു പോകാത്തവളാണ് നീ. ഇപ്പോൾ ആൺപിള്ളേരുടെ തോളിലിരുന്ന് അർദ്ധരാത്രി റോഡിലൂടെ തുള്ളിച്ചാടി നടന്നു, കേമായിട്ടുണ്ട്. അതെ, അറിയപ്പെടാതെ ജീവിക്കണം എന്ന് കൊച്ചു ത്രേസ്യ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച ആ പെൺകുട്ടിയാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന സ്ത്രീകളിൽ മുൻപന്തിയിൽ. അസീസിലെ ഫ്രാൻസിസും കൊച്ചു ത്രേസ്യയുമാണ് ലോകത്തെ ഏറ്റവും കീർത്തിയാർജിച്ച വിശുദ്ധർ.
കത്തുകൾ, കവിതകൾ, കീർത്തനങ്ങൾ, നാടകങ്ങൾ, പ്രാർത്ഥനകൾ, സംഭാഷണങ്ങൾ ഇവയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ രചിച്ചു കൊച്ചു ത്രേസ്യ. അവളുടെ ചേച്ചി സെലിൻ അവിടെ ചിത്രം വരച്ചു. തൻ്റെ അനുജത്തി വലിയവളാണെന്ന് ആ ചേച്ചി അറിഞ്ഞിരുന്നു. ഈ കൊച്ചു ത്രേസ്യയുടെ ചില മൊഴികൾ തന്നെ വളരെ പ്രശസ്തമാണ്. ലാളിത്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, നാട്യം, നടനം എന്നെ പേടിപ്പിക്കുന്നു. മരണക്കിടക്കിൽ വെച്ചിട്ട് അവൾ പറഞ്ഞ വാക്കുകളാണിത്. പിന്നെ ഒരിക്കൽ അവൾ പറഞ്ഞു, എന്നെ യേശുവിലേക്ക് ഉയർത്തുന്ന ഒരു ലിഫ്റ്റ് വേണം. അത് യേശുവിൻ്റെ കരങ്ങൾ തന്നെ ആയിരുന്നെങ്കിൽ, എന്നെ യേശുവിലേക്ക് ഉയർത്തുന്ന ഒരു ലിഫ്റ്റ് വേണം, അത് യേശുവിൻ്റെ കരങ്ങൾ തന്നെ ആയിരുന്നെങ്കിൽ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അവളെ ഡോക്ടർ ഓഫ് ദ ചർച്ച്, സഭയുടെ വേദപാരംഗത എന്ന് വിളിച്ചത്. ഡോക്ടറേറ്റ് കിട്ടാനായിട്ട് അവൾ എഴുതിയ പ്രബന്ധം എന്താണ്? അവളുടെ ശരീരം, അവളുടെ ജീവിതം, അതാണ് അവളുടെ പ്രബന്ധം. ആ പ്രബന്ധം നമുക്ക് വായിക്കാം, ജീവിക്കാം. വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്, മർക്കോസ് 14:9. ആ കൽപ്പന പാലിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധർ ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളിൽ പ്രഖ്യാപിക്കാം. അതോടൊപ്പം ആ വിശുദ്ധരുടെ വഴിയിൽ നടക്കാൻ, അവരുടെ മാതൃക പിൻചെല്ലാൻ, അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.